ഗൈസ് ഇന്ന് നമ്മൾ പറയാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ബോക്സിന്റെ കീഴിലെ 3 ഗെയിം പാസുകളെ പറ്റിയാണ്. അതിൽ ആദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസെൻഷ്യൽ, പിന്നെ പ്രീമിയം, പിന്നെ അൾട്ടിമേറ്റ്. എസെൻഷ്യൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 499 പെർ മന്ത് ആണ്. പ്രീമിയം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 699 പെർ മന്ത് ആണ്. അൾട്ടിമേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1389 റുപ്പീസ് പെർ മന്ത് ആണ്. അതിൽ എസെൻഷ്യലിൽ നിങ്ങൾക്ക് 50+ ഗെയിംസ് കളിക്കാൻ പറ്റും, ഗെയിംസ് സ്ട്രീം ചെയ്യാൻ പറ്റും, റിവാർഡ് പോയിന്റ്സ് ഉണ്ട്. പ്രീമിയത്തിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 200+ ഗെയിംസ് നിങ്ങൾ കളിക്കാൻ പറ്റും, അതേപോലെ തന്നെ ന്യൂ ഗെയിംസ് വിത്തിൻ 1 ഇയർ ഓഫ് റിലീസ് ടൈമിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും, പിന്നെ ഗെയിംസ് സ്ട്രീം ചെയ്യാൻ പറ്റും, 2x റിവാർഡ് പോയിന്റ്സും കൂടി ഉണ്ട്. അൾട്ടിമേറ്റിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 400+ കിടിലൻ ഗെയിംസ് കളിക്കാൻ പറ്റും, അതേപോലെ തന്നെ ഗെയിംസ് ഒക്കെ ഡേ 1 തന്നെ നമുക്ക് കളിക്കാൻ പറ്റും. അതായത് ഗെയിംസ് റിലീസ് ആവുന്ന ഡേ 1 തന്നെ നിങ്ങൾക്ക് എക്സ്ബോക്സ് ഗെയിം പാസ് കാരണം കളിക്കാൻ പറ്റും. അതാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ. പിന്നെ ഗെയിംസ് നിങ്ങൾക്ക് ബെസ്റ്റ് ക്വാളിറ്റിയിൽ സ്ട്രീം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫോർട്ട്നൈറ്റ്, ക്രൂ, EA പ്ലേ, യൂബിസോഫ്റ്റ് പ്ലസ് അങ്ങനെ കുറെ ക്ലാസിക്സും കൂടി അവൈലബിൾ ആണ്. പിന്നെ 4x+ റിവാർഡ് പോയിന്റ്സും കൂടി നിങ്ങൾക്ക് കിട്ടും അൾട്ടിമേറ്റിൽ. ഈ 3 പ്ലാൻസ് നമുക്ക് സിമിലർ ആയിട്ട് വരുന്ന ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ PC, കോൺസോൾ അല്ലെങ്കിൽ വേറെ ഏത് ഡിവൈസിൽ വേണമെങ്കിലും നമുക്ക് ഇത് കളിക്കാൻ പറ്റും. ഈ 3 ഗെയിം പാസ് കൂടാണ്ട് ഒരു ഗെയിം പാസ് കൂടിയുണ്ട്, വിച്ച് ഇസ് എ PC only ഗെയിം പാസ്, വിച്ച് ഇസ് അവൈലബിൾ അറ്റ് 939 റുപ്പീസ് പെർ മന്ത്. ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൾട്ടിമേറ്റിൽ പോലെ തന്നെ ഗെയിംസ് എല്ലാം ഡേ 1 തന്നെ കളിക്കാൻ പറ്റും. പിന്നെ 300+ ഗെയിംസ് ഉണ്ട്, റിവാർഡ് പോയിന്റ്സ് ഉണ്ട്, പിന്നെ ഇൻ ഗെയിം ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ്. പിന്നെ ഇതൊരു ഡൗൺ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസോൾ അതോ വേറെ ഡിവൈസ് ഉണ്ടെങ്കിൽ അതിലൊന്നും കളിക്കാൻ പറ്റില്ല, കാരണം ഇതൊരു PC only ഗെയിം പാസ് ആണ്.